ബുക്കോടെ ഫോൾഡിംഗ് ബ്രാക്കറ്റാണിത്. ഫോൾഡിംഗ് ടേബിൾ ബ്രാക്കറ്റ് എന്നാണ്. സാധാരണയായിട്ട് നമ്മൾ വാളിലാണ് ഇത് ടേബിളായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഈ ബ്രാക്കറ്റ് 2 ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പാനൽ ഉപയോഗിച്ച് ടേബിളാക്കി മാറ്റാറുണ്ട്. ഫോൾഡിങ് നമുക്ക് ആവശ്യമില്ലാത്ത പ്രശ്നമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇത് മടക്കി താഴ്ത്തിക്ക് അങ്ങോട്ട് വയ്ക്കാം. എന്തെങ്കിലും കാര്യങ്ങൾക്ക് തടസ്സമാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാറ്. ആ ബ്രാക്കറ്റ് ഉപയോഗിച്ച് വേറെ ഒരു ആവശ്യത്തിന് നമ്മൾ എടുക്കുകയാണ്. ഒരു ടേബിള് 2 സൈഡിലേക്കും നീക്കി വലുതാക്കാനുള്ള ഒരു ഇതിലാണ്. അതെങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ഇതിന് ഉപയോഗിക്കുന്നത് ടേബിൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് 17mm തിക്കുള്ള മൾട്ടിവുഡാണ്. ഈ മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടേബിൾ ബ്രാക്കറ്റിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. അത് ഫിനിഷിങ് ഒരുപോലെ ആകാൻ വേണ്ടിയിട്ട് മേശയുടെ മുകളിലും കൂടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. മേശ വീതി കുറവാണ്. ഇതൊരു ഡ്രോ ടേബിളാണ്. അപ്പോൾ ഡൈനിങ്ങിൽ ചെയ്യുമ്പോൾ കസേര ഇട്ടിരിക്കുമ്പോൾ കാല് തടയാനൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ നമ്മൾ വീതിയും കൂടിയും കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട്. അപ്പോൾ 3.5 അടിയൊക്കെ എടുത്തിട്ടുണ്ട്. 2.5 അടിയാണ് സാധാരണ ടേബിള്. ഇതിനെ 2 സൈഡിലേക്ക് കൂടിയിട്ട് 2.25 എടുത്തിട്ടുണ്ട്. ഒരു 3.5 അടിയുള്ള ടേബിളാണ്. 8 അടി ആക്കിയെടുത്ത് 8 അടിയിലേക്ക് എടുക്കണത്. ടേബിള് അടിച്ചത് 8 അടിയിലേക്കാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. 3.5 അടിയും 2.5 കൂട്ടിയെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ടേബിള് ഒരെണ്ണം കൂടിയും ചെയ്തിട്ടുണ്ട് അതിനോട് ചേർത്ത് ഇടാൻ വേണ്ടിയിട്ട്. ആ ടേബിൾ ഉണ്ടായിരുന്നത് ഒരു 5 അടി നീളത്തിലാണ്. അതിന് നമ്മൾ 10 അടിയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടേബിളും കൂടി കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ഒരു 24 സീറ്റോളം ഡൈനിങ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും?